മനസ്സിലൊരു മഴവില്ലിൽ ഇന്ന് നമ്മോടൊപ്പം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് RP ശ്രീകുമാറും ചലച്ചിത്ര നടിയും സീരിയൽ താരവുമായ അനില ശ്രീകുമാർ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖം. രണ്ടുപേരും ഒരുപോലെ സുഖം. ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? തിരക്കുകളാണോ അതോ കുഴപ്പമില്ല? തിരക്കിട്ട ജീവിതം ഇഷ്ടമാണോ? എപ്പോഴും ഇങ്ങനെ ബിസി ആയിരിക്കുക എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇഷ്ടമാണോ? അനിലേക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. തിരക്കാണ് മീൻസ് വെറുതെ ഇരിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഡൽനെസ്. നമ്മൾ ഒരുമിച്ച് ചിലപ്പോൾ പറയും ഷൂട്ടിങ് ഒരു ദിവസമെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, പക്ഷെ ഒരു ദിവസം ഫുള്ളായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു മടുപ്പ് തോന്നും. പൊതുവെ ഈ കലാകാരന്മാർക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലേ, നമ്മളിങ്ങനെ ഓടി നടന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം വെറുതെ ഇരിക്കും നമ്മൾ പലതും ചിന്തിക്കും. തിരക്കുണ്ടെങ്കിൽ അല്ല, നമ്മൾ വളരെ എല്ലാ രീതിയിലും സേഫ് ആണെങ്കിൽ നമുക്ക് അത്ര ചിന്തിക്കാൻ എന്തിരിക്കുന്നു? അങ്ങനെ സേഫ് അല്ലാത്ത ചിന്തനയല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ഇപ്പോൾ സാമ്പത്തികമായാലും ശരി, പലതും നമ്മൾ കണക്കുകൾ കൂട്ടും. അപ്പോൾ അത് തിരക്കാകുമ്പോൾ നമ്മളത് ഓർക്കില്ല, മാക്സിമം ഒഴുകിപ്പോകും. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഇത് വരുമ്പോൾ വറീഡാവുന്ന ആളാണോ? ഭയങ്കരമായിട്ട് വറീഡാവും. ആണോ? ഭയങ്കര ടെൻഷനാണ്. എന്ത് കാര്യമാണെങ്കിലും ഭയങ്കര ടെൻഷനാണ്. അനില അതുപോലെയാണോ? രണ്ടുപേരും ഒരുപോലെ? ഇല്ല, എനിക്ക് അത്രയില്ല. ഞാനാണ് കൂടുതൽ സമാധാനിപ്പിച്ച് വിടാറില്ല. ഇപ്പം മക്കൾക്ക് തന്നെ ഒരു അസുഖം വന്നാലും ചേട്ടന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഓർമ്മയുണ്ട്, കുറേ കുഞ്ഞിലെ മോനൊരു 3-4 വയസ്സുള്ള സമയത്ത് ന്യൂമോണിയ വന്നു. അത് ചേട്ടൻ പെട്ടെന്ന് ഇങ്ങനെ കൈയും കാലും ഒക്കെ തളർന്നു പോകുന്നല്ലേ, അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്താ ചെയ്യുക, നീ എന്തെങ്കിലും ചെയ്യും. ഉടനെ ഡാഡിയും മമ്മീനെയൊക്കെ വിളിച്ചു, ആരെങ്കിലും ഒന്ന് വേഗം പറഞ്ഞു പറഞ്ഞാൽ അങ്ങനെ ഒരാളാണ്. ഞാൻ എപ്പോഴും പറയും, പുറമേ കാണുന്ന ഈ ഗൗരവം ഒന്നും മനസ്സിലില്ല, മനസ്സിന് തീരെ കട്ടിയില്ല എന്ന് പറയും. അങ്ങനെ ഒരാളാണ് ചേട്ടൻ. ഞാൻ എൻ്റെ വീട്ടിൽ 3 ചേച്ചിമാരാണ് എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ പണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ 3 പേരും കൂടെ ഉണ്ടാവും. കാരണം ചെല്ലപ്പിള്ളായിരുന്നു വീട്ടിൽ, ഒരാണേ ഉള്ളൂ. പെട്ടെന്ന് സങ്കടം വരും. അപ്പോൾ അത് അങ്ങനെ ശീലിച്ചുകൊണ്ട് ഇതും പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം മനസ്സിൽ പിടിച്ചേർത്താൻ പറ്റില്ല, വിഷമം വന്നാലും. ഈ ചെല്ലപ്പിള്ള ഒരു പെൺകുട്ടിയെ പ്രണയിച്ചപ്പോൾ ഈ പറയുന്ന ചേച്ചിമാരടുത്തൊന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ചില്ലേ? സംസാരിച്ചിരുന്നു. എന്നിട്ട് ചേച്ചിമാർ സപ്പോർട്ടീവായിരുന്നു? എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. എല്ലാവരും സപ്പോർട്ടീവായിട്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് എതിർത്തിട്ട് വിവാഹം കഴിച്ചത്? എനിക്കറിയാം നിങ്ങൾ അത്ര സപ്പോർട്ടീവായിട്ട് വിവാഹം കഴിച്ചല്ലേ. അതായത് എതിർത്തത് അനിലയുടെ അച്ഛനായിരുന്നു. കാരണം അനിലയുടെ അച്ഛനും അനിലയുടെ അമ്മയും ഒക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എൻ്റെ വർക്കുകളാണ് കൂടുതലും ചെയ്തത്. പറയണമെങ്കിൽ ഫസ്റ്റ് തൊട്ട് പറയാം. കാരണം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ തുടങ്ങുന്ന പ്രേമം. ഞങ്ങളല്ല, ഞാൻ. അതായത് ദീപനാളത്തിന് ചുറ്റും എന്ന സീരിയലിന് വേണ്ടിയിട്ട് അല്ലേ വീട്ടിൽ ചെന്ന് കണ്ട്, അത് വേറെ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ആണ് ഷൂട്ട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അന്ന് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ഇഷ്ടം. ഒരു എക്സിക്യൂട്ടീവായിട്ട് പിക്ക് ചെയ്യാൻ പോയി? അതെ, അത് അന്ന് കണ്ടപ്പോൾ എനിക്ക് ഒരു ഇഷ്ടം തോന്നി. ഫസ്റ്റ് കണ്ടപ്പോൾ? അതിന് മുമ്പ് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അന്ന് കണ്ടപ്പോൾ ഇതൊന്നും ഞാൻ മിണ്ടിയൊന്നുമില്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല, മനസ്സിനകത്ത് തോന്നി. അത് പിന്നെ വളർത്തിയെടുത്ത് എത്തിച്ചു. ഇല്ലല്ല, എത്രയോ നടികളെ പിന്നെ ഇതുപോലെ പിക്ക് ചെയ്യാനും കൊണ്ടുവിടാനും ഒക്കെ പോകില്ല. അവരോടൊന്നും തോന്നാത്തൊരു ഇങ്ങനെ ഒരു കുട്ടിയോട് അത് പറയില്ല അല്ലേ? പെട്ടെന്നായിരിക്കും വരുന്നല്ലേ. ഇത് പ്രേമം എന്ന് തോന്നി, പ്രേമിച്ച ശീലമില്ല അതുകൊണ്ട്. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ സത്യത്തിൽ വീട്ടിൽ ചെന്ന് അനിലയുടെ അച്ഛൻ്റെ അടുത്ത് ഈ ഒരു അഭിപ്രായം പറഞ്ഞു. അനിലയോട് ആദ്യം പറഞ്ഞു? അനിലയോട് പിന്നെ അനിലയോട് പറഞ്ഞു. അത് മാത്രമല്ല, കുറേ സംഭവങ്ങളുണ്ട്. കാരണം ഷൂട്ടിലൊക്കെ പോകുമ്പോൾ അനില ഭയങ്കരമായ ഐഡിയാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ പലരും കണ്ട് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എന്നോട് അല്ല, എനിക്കെന്തോ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ പറയൂ, സംസാരിക്കുന്ന നീ പൊക്കോ, നീ പറഞ്ഞ് ആരും കണ്ടാൽ ഇനിയിപ്പം മോശമാവും. പിന്നെ അവളെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയാൻ വേണമെങ്കിൽ, ചിലപ്പോൾ നടന്നില്ലെങ്കിൽ. എനിക്ക് ചേട്ടനിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി അത് തന്നെയാണ്. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് കൂടുതൽ സംസാരിക്കുമ്പോൾ ചേട്ടൻ എപ്പോഴും പറയും, നീ ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കേണ്ട, ആൾക്കാർ നിന്നെപ്പറ്റി അനാവശ്യം പറയുന്നത്. ഇപ്പം ഒരാണിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞാൽ അതൊരു ഡോണ്ട് കെയർ ആയിട്ട് അങ്ങനെ വിടാം. പക്ഷേ എന്നെ പറ്റി കൂടുതൽ കെയർ ചെയ്തിരുന്നു. അപ്പം എനിക്ക് ആ ഒരു ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അങ്ങനെ സെറ്റിലാണെങ്കിലും ഭയങ്കര കെയറിങ് ആയിരുന്നു. എന്നിട്ട് അനിലയുടെ അച്ഛനോട് പോയി പറഞ്ഞു? പുള്ളിക്ക് എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ ഒരു
പ്രൊഡക്ഷൻ കൺട്രോളർ ഈ ഫീൽഡ് മീൻസ് അത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻകം ഇല്ല. രണ്ടുപേരും ഗവൺമെൻറ് സർവൻസ്, എൻ്റെ ഡാഡിയും മമ്മിയും. അപ്പം സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻകം, പിന്നെ പുറമേ നിന്ന് പലരും ഫിലിം ഇൻഡസ്ട്രിയെ പറ്റി മോശമായിട്ട് പറയുന്ന അങ്ങനെ ഒരു ചിന്താഗതി നാച്ചുറലി ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആദ്യത്തെ സീരിയലാണ് ദീപനാളത്തിന് ചുറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഫീല് ഡാഡിക്കും മമ്മിക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടുള്ളൊരു ചെറിയ എതിർപ്പുണ്ട്. പക്ഷേ ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാഡിക്ക്. ഫീൽഡിനെ കുറിച്ച് മോശമായിട്ടൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തന്നെ മോള് ഫീൽഡിലല്ലേ? അല്ല, ഞാൻ ചേച്ചി ആദ്യമായിട്ട് വന്ന് അവരുടെ ഒരു ആഗ്രഹം ശരിക്കും തീർച്ചയായിട്ടും ഒരു ഡോക്ടറോ ഒരു എഞ്ചിനീയറോ ഒക്കെ കല്യാണം കഴിപ്പിച്ച് അനിലയുടെ ഇഷ്ടത്തിനാണോ അഭിനയിക്കാൻ വന്നത്? അല്ല, അതൊരു ബൈ ചാൻസിൽ വന്നതാണ് ഈ ഫീൽഡിലേക്ക്. ഡാഡിയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ എന്നിട്ട് അന്ന് സമ്മതിച്ചു? കൂടുതൽ കുഞ്ഞിലെ മുതൽ തന്നെ ഡാൻസിനൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യായിരുന്നു. ഡാഡി തന്നെയാണ് എല്ലാ കാര്യങ്ങളും, ഡാഡിയും മമ്മിയും കൂടിയാണ് ചെയ്യാറുള്ളതൊക്കെ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇപ്പം എന്ത് കല്യാണം എന്നൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, അങ്ങനെ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ഈ ഫീൽഡിൽ വന്ന് ഫുൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഡാഡിയും മമ്മിയാണ്. പിന്നെ ചേട്ടനെ ഈ പറഞ്ഞ പോലെ ചേട്ടനും ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഫുൾ സപ്പോർട്ട് ചേട്ടനും തരുന്നുണ്ട്. അച്ഛൻ സമ്മതിച്ചില്ല? ആദ്യമൊക്കെ എതിർപ്പായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ പുള്ളിക്ക് അറിയാതിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും മോശമായിട്ട് കാണിച്ചാലോ എന്നുള്ളൊരു ധാരണയായിരിക്കാം. പക്ഷെ പുള്ളിക്ക് അങ്ങനെ എൻ്റെ അടുത്ത് അതായത് ഓപ്പണായിട്ട് നോ എന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ, അന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം പിന്നെ പുള്ളി ഓക്കെ എന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ പുള്ളിയുടെ ബന്ധുക്കളൊന്നും വലുതായിട്ടൊന്നും പുള്ളി അറിയിക്കാണ്ട് ഞങ്ങളുടെ കൂടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അനിയനും കല്യാണത്തിന് കൂടെ അതിവിടെ ആറ്റുകാൽ അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. പിന്നെ ബാക്കി അവരുടെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ. എതിർപ്പ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് കാസ്റ്റ് ഡിഫറൻസും പിന്നെ ഫിനാൻഷ്യൽ ഡിഫറൻസും കൂടെ വരുമ്പോൾ ഒരു എതിർപ്പുണ്ടാവും. പക്ഷെ പിന്നീട് ഇത് കോംപ്രമൈസ് ആവുമ്പോൾ ആരെയാണോ എതിർത്ത് അയാളായിരിക്കും ആ വീട്ടിലെ ഏറ്റവും പെറ്റാവുന്നത്. പക്ഷെ അത് കാരണം ചോദിച്ചാൽ നമ്മളും അതുപോലെ, കാരണം അവരാഗ്രഹിച്ച കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റാതെ ഞാൻ ഓവർടേക്ക് ചെയ്തതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിനകത്ത് അതുണ്ടാവും. അപ്പോൾ അതുപോലെ ആയിരിക്കും മറ്റുള്ള ആൾക്കാരുടെയും മനസ്സിൽ. കാരണം കൂടുതൽ അങ്ങോട്ട് സ്നേഹം നമ്മൾ കൊടുക്കും. തീർച്ചയായിട്ടും നമ്മൾ അവരാഗ്രഹിച്ചത് നമ്മൾ മാറ്റി നമ്മൾ ചെയ്തല്ലോ എന്നുള്ളൊരു മനസ്സിൽ ഇപ്പോഴും എൻ്റെ മനസ്സിനകത്തുണ്ട്. അതുകൊണ്ട് ആ രീതിയിൽ ഞാൻ അവരെ കൂടുതൽ ഞാൻ സ്നേഹിക്കും. അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകും. അപ്പോൾ അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കും, ഞാൻ ഉടനെ എത്തും അവിടെ. അനിലയുടെ വീട്ടിൽ എത്ര പേരുണ്ട്? 2 പേര്. അനിയൻ ഒരാള്. നിങ്ങൾ 2 പേരേ ഉള്ളൂ. നല്ല ഫ്രണ്ട്ലി ആണോ അനിയനുമായി? പിന്നെ അവൻ ഇപ്പോഴും കൊച്ചിനെ പോലെയാണ്. ഏജ് ഡിഫറൻസ് ഉണ്ടോ? ഇല്ലല്ലോ, ഞങ്ങൾ 3 വയസ്സിന് വ്യത്യാസമുള്ളൂ. പക്ഷെ ഭയങ്കര എന്താ പറയാ, ഇപ്പോഴും കൊച്ചുകുട്ടിയെ പോലെയാ. എന്നാലും നമ്മളിപ്പോ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ നമ്മള് ആണുങ്ങളെ എങ്ങനെയാന്ന് എനിക്കറിയില്ല, നമ്മൾ 1-2 പേരോടൊന്ന് ഡിസ്കസ് ചെയ്യില്ലേ, ഇത് വേണോ വേണ്ടേന്ന്? അങ്ങനെയൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല. ഒന്നാമത് എനിക്ക് ഫ്രണ്ട്സ് അങ്ങനെ വളരെ കുറവായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരടുത്തും അങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇതിനെ പറ്റിയിട്ട്. ചേട്ടന് 1-2 ഫ്രണ്ട്സിനൊക്കെ അറിയാം. അത് ഞങ്ങൾ ഈ താമരക്കോയിൽ വർക്ക് ചെയ്യുമ്പോൾ, എൻ്റെ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കൂടെയുള്ള അസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, പേര് ഞാൻ പറയുന്നില്ല, അവർക്കൊക്കെ അറിയായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് എൻ്റെ അസിസ്റ്റൻസ്. എന്നാലും എങ്ങനെയാ ഇപ്പം നമ്മൾ പുറമേ കാണുന്നത് മാതിരി അല്ലല്ലോ, എങ്ങനെയാണ് എന്താണെന്നൊക്കെ അന്വേഷിക്കില്ലേ? ലവ് എന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. കല്യാണം കഴിക്കുന്ന ഒരാളെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്, പ്രേമിക്കുന്ന കാര്യമല്ല. നമ്മളിപ്പോൾ ഒരു കല്യാണം കഴിക്കുന്ന ആളാവുമ്പോൾ അച്ഛനും അമ്മയും അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഓക്കെ, അത് അവരന്വേഷിച്ചോളും, നമ്മളൊന്നും അറിയണ്ട. പക്ഷെ നമ്മളായിട്ടിപ്പോൾ എന്തായാലും ശ്രീകുമാർ ഇഷ്ടപ്പെട്ടു വീട്ടിൽ വന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അനിലയുടെ പെർമിഷൻ ഇല്ലാതെ ശ്രീകുമാർ എന്തായാലും വീട്ടിൽ വന്ന് പറയില്ലല്ലോ, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് ഞങ്ങൾ കല്യാണത്തിന് മുമ്പ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഡാഡിയും മമ്മിയും ചേട്ടനും ഒക്കെ ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ചേട്ടൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, അച്ഛനമ്മയും കണ്ടിട്ടുണ്ട്, ചേച്ചിമാരെ പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും നല്ലോണം അറിയായിരുന്നു. എതിർത്തിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവർ സപ്പോർട്ട് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യും? സപ്പോർട്ട് എല്ലാവരും ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തേനെ, പക്ഷെ അതിന് വഴി വന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, എൻ്റെ സ്വഭാവം അനുസരിച്ച് മിക്കവാറും ശ്രീകുമാർ വെട്ടിലായി പോനെ, വരത്തില്ല വീട്ടിൽ നിന്ന്. കുറേയൊക്കെ. പക്ഷെ ഇപ്പം നേരത്തെ ചേച്ചി ചോദിച്ചതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ, അല്ല എന്തുകൊണ്ട് എന്നെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഞാൻ വെട്ടിലാക്കിയെന്ന് പറഞ്ഞാൽ മതി. കാരണം ഞാൻ കൊടുത്ത സ്നേഹവും ഞാൻ കരയുമായിരുന്നു ഫോണിൽ കൂടെ വിളിച്ചിട്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ തുറന്നു പറയുകയാണ്, എൻ്റെ ഒരു ഇപ്പം ആണാണ്, അതുകൊണ്ട് അല്ല എൻ്റെ സ്നേഹം ഞാൻ അങ്ങനെയാണ് പ്രകടിപ്പിച്ചത്. കാരണം കരഞ്ഞെന്നെ പ്രകടിപ്പിച്ചെന്നല്ല,
റിയലായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലവൾ കൂടുതൽ വിശ്വസിച്ചു. തീർച്ചയായിട്ടും അതായിരിക്കാം എൻ്റെ മനസ്സിൽ തോന്നുന്നത്. കാരണം അവിടെ എൻ്റെ ഒരു കപടം ഇല്ലായിരുന്നു. അത് സത്യസന്ധമായിട്ട് അവൾ അത് വിശ്വസിച്ചു. അതുകൊണ്ടാണ് വേറെ ഒന്നും ഡിസ്കഷന് പോകാത്തത്. പിന്നെ കൂടുതൽ അവിടെ ഒന്ന് നിൽക്കുമ്പോൾ പോലും സംസാരിക്കുമ്പോൾ സെറ്റ് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഓടിച്ചു വിടും. അത് ദേഷ്യം കൊണ്ട് ഓടിച്ചു വിടുന്നത്. പഞ്ചാര അടിക്കാനൊന്നും സമ്മതിക്കില്ല അല്ലേ? ഇല്ല. റൊമാൻറ്റിക് അല്ലേ? പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണല്ലോ ഇവിടെ വന്നിരുന്നിട്ടുള്ള എല്ലാ ഗസ്റ്റും. അപ്പോൾ അവരെല്ലാം പിന്നീട് പറയുന്നത് കല്യാണം കഴിച്ചതിന് ശേഷം ഒട്ടും റൊമാൻറ്റിക് അല്ല. പ്രണയിക്കുന്ന സമയത്ത് ഭയങ്കര റൊമാൻസ് ആയിരുന്നു എന്ന് പറയുന്നത്. എനിക്കൊന്ന് കല്യാണം കഴിച്ച ശേഷമാണ് ചേട്ടൻ കൂടുതൽ റൊമാൻറ്റിക് ആയത്. പിന്നെ ഞാൻ ഒരുപാട് കുഞ്ഞിലേ തന്നെ കല്യാണം കഴിഞ്ഞതാണ്. അപ്പോൾ എന്നെ കുറേ നാൾ ചേട്ടൻ ഇങ്ങനെ ഒരു കുട്ടീനെ പോലെയായിരുന്നു കൊണ്ട് നടന്നിരുന്നത്. എവിടെ പോകുമ്പോഴും ഇങ്ങനെ കൈക്ക് പിടിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനും പോയത്. എനിക്കും ഒന്നാമത് ട്രിവാൻഡ്രം അറിയില്ല, ആരെയും അറിയില്ല. ഞാൻ വീട്ടിൽ നിന്നാണെങ്കിലും ഒരിക്കലും ഒറ്റയ്ക്കൊന്നും ഒരു സ്ഥലത്തും പോയിട്ട് പോലുമില്ല. അപ്പം ചേട്ടൻ കുറേ നാൾ എന്നെ അങ്ങനെയായിരുന്നു കൊണ്ട് നടന്നിരുന്നത്. എനിക്ക് തോന്നുന്നു നമുക്കിപ്പോൾ എപ്പോഴും സ്നേഹം മാത്രം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമില്ല. വഴക്കൂടും, എപ്പോഴും വഴക്കൂടാറും. ഉടക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഇഷ്ടം പോലെ. കാരണം അതെന്നറിയോ, നല്ല പ്രേമമുള്ളിടത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ കത്തിക്ക് മുറിച്ച് വരുത്തുന്ന പോലെ നമ്മളൊന്ന് ഉടക്കിയാലേ കുറച്ചുകൂടെ സ്നേഹം കൊടുത്തു. നിങ്ങളുടെ മക്കൾ ഇതുപോലെ ഇഷ്ടപ്പെട്ട് വേറൊരു മതത്തിലുള്ളൊരു വിവാഹമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ എതിർപ്പൊന്നും ഉണ്ടാവില്ല? അല്ല, ഞങ്ങളുടെ മക്കള് ഏത് മതം എന്നല്ല, ഞങ്ങൾ ജാതി പോലും പറയാതെയാണ് ഞങ്ങൾ സ്കൂളിൽ ചേർത്തിരിക്കുന്നത്. ആണോ? അപ്പോൾ അവിടെ ജാതിയുടെ കോളത്തിൽ എന്തെഴുതും? ഹിന്ദു നീതി അല്ല വേറെ രീതിയിൽ. അപ്പം ഞാൻ പറയുന്നത് അവർ അഥവാ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ കൂടെ സഹകരിക്കുന്നതാണ് എൻ്റെ മനസ്സിനകത്തതാണ്. എനിക്കും ഇത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഒരിക്കലും എതിർക്കില്ല. എപ്പോഴെങ്കിലും വല്ലാതെ പ്രയാസം അനുഭവിച്ച ഏതെങ്കിലും ഒരു മൊമെന്റിൽ തോന്നുമോ, നിങ്ങൾക്ക് തോന്നിയോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തോന്നുമോ, എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടെ നല്ല സ്ത്രീധനമൊക്കെ വാങ്ങിച്ചൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു, അല്ലെങ്കിൽ നല്ല റിച്ചായ ഒരു പുരുഷനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു അങ്ങനെ തോന്നും? ഇത് വളരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ മനുഷ്യരാണ്, നമ്മളങ്ങനെ ചിന്തിച്ചു പോകില്ല. പൈസയുടെ ആവശ്യം മാത്രമല്ലേ ചേച്ചിയത് അങ്ങനെ വരുന്നുള്ളൂ. അല്ലാത്തൊരു ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മളെ കൂടെ കുറേ പൈസ ഉണ്ടായിട്ടും താമോന്നിയായിട്ട് നടക്കുന്ന ഒരു ഭർത്താവിനെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. എന്നെ സംബന്ധിച്ചിപ്പോൾ പൈസ, ഞാൻ കുഞ്ഞിലേ മുതലേ ഡാഡി ആണെങ്കിലും എപ്പോഴും എന്നെ ഉപദേശിച്ചു തരാറുണ്ട്. ഡാഡി പറയാറുണ്ട്, കുഞ്ഞിലേ ഞാൻ നടന്നു പോയിട്ടാണ്, എത്രയോ മൈലുകൾ നടന്നു പോയിട്ടാണ് പഠിച്ചത്. ഡാഡിയുടെ ഫാമിലിയിൽ ഡാഡി മാത്രമേ ജോലിയുള്ളൂ, ബാക്കി എല്ലാവരും കൃഷിക്കാരാണ്. അപ്പോൾ കുഞ്ഞിലെ അവിടുത്തെ ജോലിയും ചെയ്ത് ഏറ്റവും മൂത്ത ആണാണ്, ബാക്കി എല്ലാവരും ഇളയതുങ്ങളാണ്. അപ്പോൾ ആ വീട്ടിലവിടെ ജോലി, ഡാഡിയുടെ അച്ഛൻ അന്നൊരു കടയുണ്ടായിരുന്നു, അവിടുത്തെ ജോലി ചെയ്ത് അവിടെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ച് ഡാഡി മൈലുകളോളം നടന്നു പോയിട്ടാണ് പഠിച്ച് അധ്വാനിച്ച് ആ ജോലി കിട്ടിയത്. അപ്പോൾ ആ ഒരു കാര്യം എപ്പോഴും ഞങ്ങൾ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിനും അങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അത് വാങ്ങിത്തരാം അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ലായിരുന്നു ഡാഡിയുടെ. നമ്മൾ അധ്വാനിച്ച് നമ്മളത് ചെയ്യണം ഭയങ്കര നിർബന്ധ ബുദ്ധിയായിരുന്നു. അപ്പം ഈ കഷ്ടപ്പാടുകളൊക്കെ ശരിക്കും എനിക്ക് പറഞ്ഞു തന്നെ ഒരുപാട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും എൻ്റെ മുൻപിൽ മോറലായിട്ടുള്ള എൻ്റെ ഡാഡിയാണ്. എന്ത് കാര്യത്തിനും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഡാഡിയും മമ്മിയും മമ്മിയെടുത്ത് ചോദിക്കുക, അഭിപ്രായം പറയാം. അത് എൻ്റെ മോനെ പോലും ഡാഡി ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കും, എങ്ങനെയാണ് അതുകൊണ്ട് നീക്ക് കൂടുതൽ ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് വെച്ചിട്ട് നീ ഒന്നും അങ്ങനെ കിടന്ന് അഹങ്കരിക്കരുത്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പഠിച്ചത്, എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞ് ഡാഡി ഇങ്ങനെ വരുന്നു മോന് പറഞ്ഞു. പക്ഷെ അവനും അത് മനസ്സിലാക്കാറുണ്ട്. ചില സമയത്തൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് അവൻ കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവന് പെട്ടെന്ന് ദേഷ്യം വരും, ചിലപ്പോൾ ശാഠ്യം പിടിക്കും, പക്ഷെ ചില പെട്ടെന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. നിങ്ങളുടെ കല്യാണ സമയത്ത് ഞാൻ ശ്രീകുമാറിനെ കാണുന്ന ശ്രീകുമാർ വളരെ വറീഡായിരുന്നു. അന്നത്തെ ഒരു ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട്. അന്നത്തെ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ചേച്ചി നേരത്തെ ചോദിച്ച കാര്യമാണ്. കാരണം ഇവർ കുറച്ച് ഫാമിലിയായിട്ട്, അപ്പം എൻ്റെ മനസ്സിനകത്ത് അതിനേക്കാളും മേളിൽ കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കാറ് എന്ത് കാര്യത്തിനും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സംഭവം തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഇത്തരം കാര്യങ്ങൾ പോയിട്ട് എൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാനോ ചേച്ചിയെടുത്ത് ചോദിക്കാനോ പറ്റില്ല. പിന്നെ ആകപ്പാട് എനിക്കുള്ള, ഞാൻ അറിയാലോ V-Trax എന്നാണ് ഞാൻ തുടങ്ങുന്നത്, അതിൻ്റെ ഓണറുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക്. ആ സമയത്ത് മറ്റേ സീരിയലിൽ ദ്രൗപതിയുടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്. ദ്രൗപതി ആ സമയത്ത് ഞാൻ ഒരെണ്ണം പ്രൊഡ്യൂസ് ചെയ്തു, ദ്രൗപതി എന്നൊരു സീരിയൽ.
ശിവമോഹൻ തമ്പിയാണ് ഞാൻ വർക്ക് ചെയ്ത് ആ ചേച്ചിയാണ് എനിക്ക് ഡബ് ചെയ്തത്. അപ്പോൾ അത് കുറച്ച് ഒരു ആർട്ടിസ്റ്റ് ആദ്യം അഭിനയിച്ചു, 5 എപ്പിസോഡ് എടുത്തു. അത് പെട്ടെന്ന് ഡേറ്റ് കിട്ടിയ സമയത്തായപ്പോൾ ആർട്ടിസ്റ്റ് മാറി. പിന്നെ 5 എപ്പിസോഡ് മാറ്റിയിട്ട് പിന്നെ ഒന്നേ നമ്മൾ ചെയ്യേണ്ടി വന്നു. അപ്പൊ ആ സമയത്ത് എനിക്കും വർക്കില്ല, ചേട്ടനും. അപ്പോൾ ടെൻഷൻ കാരണം അന്ന് വെച്ച് നമുക്ക്, കാരണം അത് ഞാനൊരു എന്താ പറയുക ഗ്രഹനായകനായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ. ഇനി അങ്ങോട്ട് എങ്ങനെയെന്നുള്ള ചിന്ത തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ അച്ഛനെയും അമ്മയും പാടെ അവഗണിച്ചുകൊണ്ട് ഈ 2 വ്യക്തികൾ ഇത്രമാത്രം അഗാധ പ്രണയത്തിലാണെങ്കിൽ അങ്ങനെ ഇവരെ ഉപേക്ഷിച്ച് പോകുന്നത് ശരിയാണോ? ശരിയല്ല. അപ്പൊ അവിടെ എന്താണ്, എന്തിനാ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടത്? അച്ഛനെയും അമ്മയാണോ സാക്രിഫൈസ് ചെയ്യേണ്ടത്, അതോ പ്രണയിക്കുന്ന വ്യക്തിയാണോ സാക്രിഫൈസ്? ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനും കൂടെ അല്ല, അങ്ങനെയല്ല. എനിക്ക് എന്താ പറയാ, ഇപ്പം ഇന്നത്തെ ജനറേഷനിൽ ഇപ്പം കല്യാണം ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മോനാണ് ഇപ്പോൾ ഒരു കുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ, പ്രായം ഇപ്പോൾ കുഞ്ഞാണ്, ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളത് എന്തിനാ എതിർക്കുന്നത്? അവരൊന്നിച്ച് ജീവിക്കാനുള്ളവരാണ്. അവരെ നമ്മളെതിർത്തിട്ട് എന്തിനാ? നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. ശരിക്കും അവരുടെ ലൈഫ് അവർ തിരഞ്ഞെടുക്കുക, അവർ ജീവിക്കുക. എൻ്റെ മനസ്സിൽ ചിന്ത അത് തന്നെയാണ്. തീർച്ചയായിട്ടും അവർ ഈ പാരൻസിനെ നമ്മൾ എതിർത്ത്, ഈ ചേച്ചി പറഞ്ഞ പോലെ നേരത്തെ ഭാവിയിലൊരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതൊരു ജീവിതത്തിൽ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് കുട്ടികളും വിചാരിക്കണം, ഞങ്ങൾ ഇത്രത്തോളം വളർത്തിക്കൊണ്ടുവന്ന അച്ഛനും അമ്മയും കളഞ്ഞിട്ട് പോകാതെ അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് ചെയ്യണമെന്ന് അവരും കൂടെ ചിന്തിക്കണം. ഞാൻ ചെയ്ത അങ്ങനെയായിരുന്നു. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ ചിന്തിച്ച മാതിരി നിങ്ങളുടെ എൻ്റെ ജനറേഷനും നിങ്ങളുടെ ജനറേഷനും കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അതിനേക്കാൾ ഡിഫറെൻ്റ് ആയിരിക്കാം ഇപ്പോഴത്തെ ജനറേഷൻ. അവരങ്ങനെ ചിന്തിക്കണം എന്നില്ല. കാരണം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എനിക്ക് തോന്നുന്നു വളരെ സെൽഫിഷായിട്ട് ചിന്തിക്കുന്ന ഒരു മക്കളോടുള്ള സമീപനം കുട്ടികളോട് കൂടുതൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം ഏറ്റവും. അപ്പൊ അവരുടെ കാര്യങ്ങൾ ഇപ്പൊ മോൻ തന്നെയാണെങ്കിലും സ്കൂളിൽ പോയി ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് അമ്മ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ പോലും അവൻ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. ചെറിയ കുട്ടി ഇപ്പൊ അവൻ 7th-ലാണ്. എന്നിട്ട് സ്കൂളിൽ വലിയ കുട്ടിയോടും അങ്ങോട്ടും കൂടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വന്ന് പറയും എൻ്റെ അടുത്ത്. അപ്പൊ അത് പക്ഷെ ചേട്ടൻ്റെ അടുത്ത് അങ്ങനെ പറയാറില്ല. എൻ്റെ അടുത്ത് ബസ്സിൽ വെച്ച് ഇങ്ങനെ നടന്നു, അമ്മ എൻ്റെ അടുത്തൊരു കുട്ടി ഐ ലവ് യു പറഞ്ഞു, ഇതൊക്കെ വന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട്. അപ്പം കുട്ടികൾ തമ്മിലുള്ള മാതാപിതാക്കളും കുട്ടികളും തമ്മിലൊരു ഗ്യാപ്പ് കുറയ്ക്കുക. പണ്ടൊക്കെ ചേച്ചിയുടെ കാലഘട്ടത്തും എൻ്റെയും ചിലപ്പോൾ കുറച്ച് ഗ്യാപ്പല്ലേ ഉള്ളൂ. പണ്ടൊക്കെ നമ്മൾ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറയും, വലിയ കാര്യമായിട്ടാണ് കാണുന്നത്. ഇത്തരം കാര്യം പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും ഉടക്കായിരിക്കും, ചിലപ്പോൾ അടിക്കും. ചിലപ്പോൾ ഇന്നിപ്പോ അതൊരു പ്രശ്നമല്ല തോന്നുന്നുണ്ട്. ഈ അങ്ങോട്ട് നമ്മൾ ആ രീതിയിൽ അവരായിട്ട് സഹകരിക്കാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ തന്നെ ആദ്യം പറയും. ഈ മക്കളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആണോ ശ്രീകുമാർ? ഞാനും മൂത്ത കുട്ടിയാണ് ചേട്ടൻ. അവരുമായിട്ട് ഭയങ്കര അടിയാണ്. ചേട്ടനും മോനും ഒക്കെ ആയിട്ട് ഭയങ്കര വഴക്കിടുക, തമ്മിൽ ഒരു ബോളിന് വേണ്ടി വഴക്കിടുക. അത് കളിക്കുന്ന നിങ്ങൾ തമ്മിൽ എന്തിനായിരിക്കും വഴക്ക് കൂടുന്നത്? അത് ഞാനും അന്നയും. പിന്നെ അല്ലാതെ വേറെ ആരുടെ വഴക്കൂടാൻ പറ്റില്ലല്ലോ. അല്ല, അത് പല കാര്യങ്ങളും ഉണ്ടാവും ചേച്ചി. ചിലപ്പോൾ ഞാൻ സമയത്ത് ചിലപ്പോൾ ഇറങ്ങില്ല എന്ന് വരും. കല്യാണം കഴിഞ്ഞിട്ട് ചേച്ചി ഇതുവരെ ഞാൻ കറക്റ്റ് ഒരു കല്യാണത്തിനാണെങ്കിൽ ഒരു ഫംഗ്ഷന് കറക്റ്റ് ചെയ്യാൻ പോയിട്ടില്ല. ഭയങ്കര ലേറ്റാ ഞാൻ. കാരണം മാത്രം ഭയങ്കര 11:30-ക്കാണ് കല്യാണം എങ്കിൽ 11:30-ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. അതിങ്ങനെ ലേറ്റായിട്ട് പോകുന്ന ഒരു VIP-യുടെ സ്വഭാവമായിട്ട്. പിന്നെ VIP-കൾ എപ്പോഴും ലേറ്റായിട്ട് വരാൻ പാടുള്ളൂ. എപ്പോഴും നോക്കിക്കോളൂ, വലിയ വലിയ ഫംഗ്ഷൻസിനൊക്കെ VIPs വളരെ ലേറ്റ് ആയിട്ടേ വരും. അത് പക്ഷെ നല്ലൊരു ശീലമല്ല എന്തായാലും. അതാണ് ഞാൻ എപ്പോഴും 5 മിനിറ്റ് മുന്നേ സ്ഥലത്ത് പോവാറുള്ളത്. ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ഇപ്പോൾ ബസ്സിന് പോവാണെങ്കിൽ 5 മിനിറ്റ് മുന്നേ അവിടെ എത്തേണ്ട പ്രശ്നം. അത് നേരെ ഓപ്പോസിറ്റാണ്. 10 മിനിറ്റ് വൈകിട്ട് അവിടെ എത്തുള്ളൂ. ഈ സ്ത്രീകൾ പൊതുവെ, ഇപ്പം സ്ത്രീകൾ എന്നെടുക്കണ്ട, വേണമെങ്കിൽ കുറച്ച് ഫ്രീഡം എടുക്കുന്നതിൽ പിന്നെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരാളാണോ? മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീയെ മനസ്സിലാക്കുന്ന ഒരു പുരുഷനാണോ, അതോ ഇല്ല സ്ത്രീ എപ്പോഴും പുരുഷനേക്കാൾ കുറച്ച് താഴെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രകൃതമാണ്? ആൻസർ പറയുകയാണെങ്കിൽ ഞാൻ കാശ് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വാങ്ങൂലില്ല ചേച്ചി അങ്ങോട്ട്. പക്ഷെ ഒരുപാട് ഭർത്താക്കന്മാർ അത് ചെയ്യുന്നുണ്ട്. അത് വലിയ കാര്യമൊന്നുമല്ല. ഒരുപാട് ഭർത്താക്കന്മാർ ശമ്പളം ഭാര്യയുടെ കൊടുക്കും, പക്ഷെ ഭാര്യയ്ക്ക് അത് ചെലവ് ചെയ്യാനുള്ള അധികാരവും ഇല്ല. ഉണ്ട്, ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കാറില്ല, പക്ഷെ എനിക്ക് ആവശ്യമുള്ള ഞാൻ ചോദിക്കത്തുള്ളൂ. അല്ലാതെ മറ്റേ ആ കണക്ക് എന്ത് ചെയ്ത് കണക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്.
കാരണം അത് എൻ്റെ കയ്യിൽ ഇരുന്നാൽ പെട്ടെന്ന് തീരും. വേറൊന്നും കൊണ്ടല്ല, ഇപ്പോൾ ഞാനൊരു കടയിൽ ഷോപ്പിൽ ചെന്നാൽ തന്നെ മോനെ ആവശ്യമുള്ള എന്തൊക്കെയാണ് അതൊക്കെ വാങ്ങും. അത് കയ്യിലുള്ളത് കൊണ്ടാണ്. അതിൽ ഒരെണ്ണം വാങ്ങിച്ച് ഞാൻ നിർത്തത്തില്ല. ഈ അനിലയുടെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം എന്താണ്? ഇഷ്ടപ്പെടാത്ത സ്വഭാവം കേക്കട്ടെ അല്ലേ? പറയുന്ന ചില സമയത്ത് അനുസരിക്കില്ല. അതുകൊണ്ട് എന്താണ് ഈ പറയുന്നത് അനുസരിക്കാതിരിക്കുന്നത്? പറയുന്നത് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞു, എന്തെങ്കിലും കാര്യം പറഞ്ഞു നോക്കിയ അത് പെട്ടെന്ന് ചിലപ്പോൾ അതിന്റെ തെറ്റ് കണ്ടുപിടിച്ച് എന്നെ ഇങ്ങോട്ട് പറയും. ദേഷ്യപ്പെടും. എനിക്ക് ഒരുപാട് ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ദേഷ്യം പിടിക്കും. എന്നെ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ കിച്ചണിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ മാത്രം ഒറ്റയ്ക്ക്, ഇവരെല്ലാവരും ലാവിഷായിട്ടിരുന്ന് ടി വി ആണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ജോലി ചെയ്യാം. എവിടെ ഇല്ല. അത് ചില സമയത്ത് നമ്മൾ പുറത്ത് നമ്മൾ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ വീട്ടിലെല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പോവുക. തിരിച്ച് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നിട്ടും പിന്നെ ഞാൻ തന്നെ ചെയ്യണം. അതെന്താ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ദേഷ്യം പഠിക്കില്ല. അത് സത്യമാണ്. നല്ല സന്തോഷം രണ്ടുപേരോടും. മുഴുവനും അങ്ങോട്ട് തുറന്നു പറയാൻ മടിയുണ്ടെങ്കിലും കുറച്ചൊക്കെ നമ്മൾ സംസാരിച്ചു എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് സമൂഹത്തിൽ കുറച്ചൊക്കെ നമുക്ക് ചില കാര്യങ്ങളെല്ലാം അങ്ങനെ നമുക്ക് തുറന്നു പറയാൻ പറ്റില്ലല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചല്ലേ പറ്റൂ അല്ലേ? അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു. കള്ളം പറഞ്ഞു അല്ലേ? എവിടെയൊക്കെ എന്തൊക്കെയോ ഒളിപ്പിച്ച് സംസാരിച്ചത് എനിക്ക് മനസ്സിലായി. സാരമില്ല, അതൊക്കെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമാണത് അല്ലേ?